നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ പോകുന്നത്. ചെടിയാലയിലെ മറിയുമ്മയുടെയും ഒരു കുരങ്ങിൻ്റെയും ഹൃദയസ്പർശിയായ സംഭവം. മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ചെടിയാലയിലെത്തിയ കുരങ്ങനെ അവിടുത്തെ വീട്ടുകാരെല്ലാം ആട്ടിയോടിച്ചു. എന്നാൽ എല്ലാ ജീവികളോടും സ്നേഹം കാണിക്കുന്ന ചെടിയാലയിലെ മറിയുമ്മ ആ കുരങ്ങിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ ആ കുരങ്ങ് മറിയുമ്മയുടെ വീട്ടിൽ മാസങ്ങളോളം താമസിച്ചു. അവൻ്റെ എല്ലാവിധ കുസൃതികളെയും മറിയുമ്മ വളരെ സ്നേഹത്തോടെയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ മറിയുമ്മയുടെ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ അവൻ വളർന്നു വലിയ കുരങ്ങനായി. നാട്ടുകാർ എല്ലാം അവനെ വന്യതയുടെ കണ്ണാടിയിലൂടെയായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ പ്രദേശവാസികളുടെ അയിത്തം അസഹനീയമായപ്പോൾ മറിയുമ്മയുടെ മകൻ കുരങ്ങിനെ വല്ലാതെ തല്ലി. അവൻ ഒരു പ്രതിഷേധവും കൂടാതെ അതെല്ലാം ഏറ്റുവാങ്ങി. ഹൃദയത്തിലേറ്റ മുറിവും കൊണ്ട് അവൻ ആരോടും പറയാതെ നടന്നുപോയി. കുരങ്ങിനെ കാണാത്ത വിഷമം മറിയുമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നായിരുന്നു മറിയുമ്മയുടെ മനസ്സിൽ. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അവനെ കണ്ടില്ല. വാർദ്ധക്യത്തിലായിരുന്ന മറിയമ്മ മരണപ്പെട്ടുപോയി. ദുബായിലുള്ള ആരോ വരാൻ വേണ്ടി മയ്യത്ത് പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ പിറ്റേന്ന് സുബഹിക്കൊണ്ട് നമ്മുടെ ഇറങ്ങിപ്പോയ കുരങ്ങൻ അവിടെ എത്തുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈ ഒരു സംഭവം നടന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. 2002 നടന്ന ഒരു സംഭവമാണിത്. കൃത്യമായി പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്ന ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് നേരത്തെ എന്തെങ്കിലും അറിവുണ്ടായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു സംഭവം വിവരിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ നേരത്തെ അറിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. മറിയുമ്മയും ഒരു കുരങ്ങനും തമ്മിലുള്ള ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവമാണിത്. ആദ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്ന ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെത്തിയ കുരങ്ങനെ പല വീട്ടുകാരും ആട്ടിയോടിച്ച് ഒടുവിൽ വിശന്നൊട്ടിയ വയറുമായി അവൻ ചെടിയാലയിലുമെത്തി. എല്ലാ ജീവികളോടും ആർദ്രത കാണിച്ചിരുന്ന ചെടിയാലയിൽ മറിയുമ്മ കുരങ്ങെന്ന വന്യതയോടും ആർദ്രതകൾ വെച്ചു നീട്ടാൻ മടിച്ചില്ല. താമസിയാതെ മറിയുമ്മാന്റെ ഹൃദയത്തിനകത്ത് നൂണ്ടുകയറി വീട്ടിനകത്തും പരിസരത്തുമായി അവൻ സ്വൈരവിഹാരം നടത്തി. വല്ലപ്പോഴും അടുക്കളയിൽ നിന്നും പഴങ്ങൾ കട്ടു തിന്നുന്നത് വീട്ടുകാരിൽ അനിഷ്ടമുളവാക്കിയെങ്കിലും മറിയുമ്മ വാനരന്റെ കുസൃതികളെ സ്നേഹത്തോടെ ലാളിച്ചു. പരാതികളും പരിഭവങ്ങളും അവൻ മറിയുമ്മയോട് മാത്രം പങ്കുവെച്ചു. മറിയുമ്മ അവനെ വാത്സല്യത്തോടെ ഊട്ടി. മാസങ്ങൾ കടന്നു പോകവേ മറിയുമ്മാന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ അവൻ പുഷ്ടിപ്പെട്ട് വലിയ കുരങ്ങായി. ആളുകൾ വന്യതയുടെ കണ്ണടയിലൂടെ അവനെ ഉറ്റുനോക്കി. അവൻ ആരെയും ഉപദ്രവിച്ചില്ല. എന്നിട്ടും പ്രദേശത്തുകാരുടെ അയിത്തങ്ങൾ അസഹ്യമായതോടെ അസ്വസ്ഥനായ മറിയുമ്മാന്റെ മകൻ അവനെ പൊതിരെ തല്ലി. ഒന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്യാതെ എല്ലാം നിശബ്ദം ഏറ്റുവാങ്ങി. മുറിവേറ്റ ഹൃദയവുമായി അവൻ യാത്ര പോലും പറയാതെ ഇറങ്ങി നടന്നു. അവന്റെ തിരോധാനത്തിൽ മറിയുമ്മ ഏറെ വേദനിച്ചു. പക്ഷെ മറിയുമ്മാന്റെ ഹൃദയത്തിൽ നിന്നും അവൻ എങ്ങും പോയില്ല. സ്നേഹവാത്സല്യങ്ങൾ ഒരുക്കി വഴിക്കണ്ണുമായി എന്നും മറിയുമ്മ അവനെ കാത്തിരുന്നു. അവൻ വന്നില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പ്രായാധിക്യത്തിന്റെ വയ്യായികളുമായി ശയ്യാവലംബിയായപ്പോഴും മറിയുമ്മ അവന്റെ ഓർമ്മകളെ സജീവമാക്കി. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അവർ മരണത്തിന് കീഴടങ്ങി. ബന്ധുക്കൾ മയ്യത്ത് സംസ്കരണം നാളേക്ക് മാറ്റിയത് ദുബായിലുള്ള ബന്ധുവിന് വേണ്ടിയാണെങ്കിലും അലതല്ലുന്ന സങ്കടക്കടലുമായി രാത്രിയുടെ കൂരിരുട്ടിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വാക്കുകൾക്ക് വഹിക്കാനാവാത്ത ദുഃഖഭാരവുമായി കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നേരാനെത്തിയ വാനരന്റെ സാമീപ്യം അറിഞ്ഞ് മറിയുമ്മാന്റെ ചേതനയൊന്ന് പിടഞ്ഞിട്ടുണ്ടാവും. ഹൃദയങ്ങൾ ദൂരപരിധിയില്ലാതെ സന്ദേശങ്ങൾ കൈമാറുന്ന പ്രകൃതിയിലെ അതിപുരാതനമായ സന്ദേശവാഹകർ ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ആ അജ്ഞാത തരംഗങ്ങളിലൂടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ച മറിയുമ്മാന്റെ മരണവാർത്തയിലേക്ക് പുലർച്ചെ അവനെത്തി. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പ്രദേശത്തോ നാട്ടിലോ ആ കുരങ്ങനെ ആരും കണ്ടതായി അറിവില്ല. മരണവീട്ടിൽ കൂടി നിന്ന ജനക്കൂട്ടത്തെ ഗൗനിക്കാതെ മുറ്റത്തെ തിണ്ണയിൽ അവൻ സങ്കടത്തോടെ തളർന്നു കിടന്നു. വിശന്നിട്ടാണെന്ന് കരുതി അലിവ് തോന്നി ആരോ നൽകിയ പഴം വാങ്ങി ഒരു പ്രതിഷേധം പോലെ അവൻ തിരിച്ചൊരേറി വെച്ചു കൊടുത്തു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്.
പക്ഷേ ആ ഉദ്യോഗത്തിന്റെ അക്ഷരങ്ങളെ ആവിഷ്കരിക്കാനറിയാതെ നിമിഷങ്ങൾക്ക് മുന്നിൽ നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അടുക്കള ഭാഗത്തേക്ക് അവൻ ഓടിച്ചെന്ന് അവിടെ കൂടി നിന്ന സ്ത്രീകൾക്കിടയിൽ എന്തോ പരതി നടന്നു. ഇല്ല, കയ്യിൽ വാത്സല്യം പൊതിഞ്ഞ് അവിടെ മറിയുമ്മയില്ല. മയ്യത്ത് സംസ്കരണത്തിനായി ആളുകൾ ചുമലിലെന്തിയ സന്തൂക്ക കട്ടിലിൽ മറിയുമ്മാന്റെ അവസാന യാത്ര വേദനയോടെ നോക്കിയിരിക്കുന്ന ആ മിണ്ടാപ്രാണിയുടെ ഹൃദയഭേദകമായ അനുശോചനം കൂടി അവിടെ നിന്നവരുടെ കണ്ണുകളെ ഈർന്നണിയിച്ചു. പള്ളിക്കാട്ടിലേക്കുള്ള വഴിയിൽ 1/2 കിലോമീറ്ററോളം മയ്യത്തിനെ അവൻ അനുഗമിച്ചു. എന്റെ ഉമ്മയെ കൊണ്ടുപോകല്ലേ എന്ന യാചന പോലെ. അവന്റെ ഭാഷ ആരും തിരിച്ചറിഞ്ഞില്ല. വീണ്ടും തിരിച്ചു വന്ന് തിണ്ണയിൽ കിടപ്പായി. ഏറെ നേരം അങ്ങനെ കിടന്നിട്ടുണ്ടാവില്ല. സ്നേഹവാത്സല്യങ്ങൾ ഒഴിഞ്ഞ ആ വീട്ടിലെ അജ്ഞാതമായ അസഹ്യത്തിൽ നിന്നും അവൻ ഇറങ്ങി നടന്നു. 1.5 കിലോമീറ്റർ അകലെ പാറക്കടവ് പള്ളിക്കാട്ടിലേക്ക് പുഴയോരത്തുകൂടി നടന്നവനെത്തി. ആളുകൾ ഒഴിഞ്ഞ പാതിരാവിന്റെ ശ്മശാന മൂകതയിൽ മീസാൻ കല്ലുകൾക്ക് ചുവട്ടിലുറങ്ങുന്ന തന്റെ പോറ്റുമാന്റെ കബറിടത്തിലൂടെ ഭ്രാന്തിളകിയ പോലെ അവൻ എന്തൊക്കെയോ ഒച്ചുവെച്ച് മീസാൻ കല്ലുകൾക്കിടയിൽ ഓടി നടന്നു. സഹിക്കവയ്യാത്ത വേദനയിൽ യാത്ര പോലും ചോദിക്കാതെ അന്ന് ഇറങ്ങി നടന്ന കുറ്റബോധം സമർപ്പിക്കാൻ, ഇനി ഒരിക്കലും ഉണരാത്ത ആ വാത്സല്യത്തിന്റെ തലോടലേൽക്കാൻ. ആ മിണ്ടാപ്രാണിയുടെ കരളലിയിക്കുന്ന പ്രാർത്ഥനയിൽ കൂരിരുട്ട് പോലും ഒരു വേള തേങ്ങിപ്പോയിരിക്കാം. സ്വാന്തനം പോലെ നിശീതിനിയുടെ നിതാന്ത നിശബ്ദതയെ കുളിരണിയിച്ച് ഒരു മന്ദമാരുതൻ തഴുകി തലോടി കടന്നുപോയി. ഒറ്റുമാന്റെ ആത്മാവ് ഇറങ്ങി വന്ന് 2 മൗനങ്ങൾ അവിടെ പരസ്പരം ആശ്ലേഷബന്ധരായി. ആ ലാളനയേറ്റ് വാത്സല്യത്തിന്റെ മടിത്തട്ടിൽ തലചായ്ച്ച പോലെ നേരം പുലർന്നിട്ടും കബറിടത്തിലെ നനവാറാത്ത മണ്ണിൽ അവൻ കിടന്നതാണ് ആളുകൾ കണ്ടത്. കേട്ടില്ലേ? എത്ര ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണിത്. മനുഷ്യനെ മറക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ മറ്റുമൊക്കെ തള്ളുന്ന, മനുഷ്യന്റെ ചോരയ്ക്കായി ദാഹിക്കുന്ന, സ്വാർത്ഥതയും ക്രൂരതയും കൊണ്ട് സ്വന്തം ചോരബന്ധങ്ങളെ പോലും തെരുവിലിറക്കി വിടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു മൃഗം, ഈ ഒരു കുരങ്ങൻ സ്നേഹത്തിന്റെ വലിയ ആ ഒരു മഹാത്ഭുതം കാണിച്ചു തരുന്നത്. സ്നേഹത്തിന് ഭാഷയില്ല എന്നും ദൂരപരിധിയില്ല എന്നും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. നിങ്ങൾക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ മറ്റൊരു മനോഹരമായ ഒരു സംഭവം ഉണ്ടായത്. സ്ഥിരമായി ഒരു തെരുവു നായയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആമിന ഉമ്മ എന്ന് പറയുന്ന സഹോദരി, അവർ മരണപ്പെട്ടു പോയ സമയത്ത് ആ ഉമ്മയുടെ കബറിടം വിട്ടു മാറാതെ വേദനയോടുകൂടി നിൽക്കുന്ന ഒരു നായയുടെ സംഭവം. അന്നത് എല്ലാവരെയും വല്ലാതെ കണ്ണീരണിയിപ്പിച്ചിരുന്നു. നമ്മൾ മനുഷ്യർ പ്രപഞ്ചത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളാണെന്ന് സ്വയം അഹങ്കരിക്കാറുണ്ട്. നമുക്ക് ചിന്തിക്കാൻ തലച്ചോറുണ്ട്, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഭാഷയുണ്ട്. എന്നിട്ടും ഇന്ന് വാർത്തകളിൽ നാം എന്താണ് കാണുന്നത്? പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും സ്വന്തം മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന മക്കൾ, പണത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം കൊല്ലാകൊലകൾ ചെയ്യുന്ന മനുഷ്യർ. എന്നാൽ ഈ കുരങ്ങന് ഇതൊന്നുമില്ല. അവന് ശാസ്ത്രീയമായ അറിവുകളോ നിയമങ്ങളോ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ അവൻ അറിയാവുന്ന ഒന്നുണ്ട്: നന്ദിയുള്ള ഒരു ഹൃദയം. ഒരു നേരത്തെ വിശപ്പടക്കാൻ ആഹാരം തന്ന ആ കൈകളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ മറന്നില്ല. മനുഷ്യർ സ്നേഹത്തെക്കാൾ വലുത് പണമാണെന്ന് കരുതുമ്പോൾ ഈ കുരങ്ങൻ തെളിയിച്ചത് സ്നേഹത്തെക്കാൾ വലുതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. മറിയമ്മയുടെ മകൻ അവനെ പൊതിരെ തല്ലുന്ന സമയത്ത് അവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ അവന് തിരിച്ച് വന്യമായ തന്റെ പല്ലുകളും നഖങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചാക്രമിക്കാമായിരുന്നു. മൃഗങ്ങളുടെ സഹജമായ ഒരു സ്വഭാവം അതാണല്ലോ. പക്ഷേ അവൻ ആ തല്ലെല്ലാം നിശബ്ദമായി ഏറ്റുവാങ്ങി പിന്തിരിഞ്ഞ് നടന്നു പോവുകയാണ് ചെയ്തത്. കാരണം അവന് ആ വീട്ടിൽ നിന്നും കിട്ടിയത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഓർമ്മ അവനെ അക്രമത്തിൽ നിന്നും തടഞ്ഞു വെച്ചു. സാധാരണ കാട്ടിലെ മൃഗങ്ങൾ വിശക്കുന്ന സമയത്ത് മാത്രമാണ് വേട്ടയാടാറുള്ളത്. എന്നാൽ മനുഷ്യൻ കാമത്തിനും അസൂയയ്ക്കും പ്രതികാരത്തിനും വേണ്ടി സ്വന്തം വർഗങ്ങളെ പോലും വേട്ടയാടുകയാണ്. ആ മനുഷ്യർക്ക് മുന്നിലേക്കാണ് ഈ മിണ്ടാപ്രാണി വലിയൊരു പാഠമായി കടന്നു വരുന്നത്. ഇന്ന് സ്വന്തം മാതാപിതാക്കൾ മരിച്ചു കിടക്കുമ്പോൾ പോലും എല്ലാവരുമല്ല കേട്ടോ, ചില ആളുകൾ മാത്രം അവരുടെ അരികിലെത്താൻ വേണ്ടി മടിക്കുന്ന, അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളിൽ മാത്രം അനുശോചനം ഒതുക്കുന്ന മനുഷ്യരുള്ള ഈ ലോകത്താണ് കഴിഞ്ഞ 3 വർഷമായി ആ നാട്ടിൽ പോലും ഇല്ലാത്ത ഈ കുരങ്ങൻ മറിയുമ്മ മരണപ്പെട്ട കൃത്യസമയത്ത് കിലോമീറ്ററുകൾ താണ്ടി ഓടിയെത്തുകയാണ്. ആ ജനാസയ്ക്ക് പിന്നാലെ പള്ളിക്കാട്ടിലേക്ക് 1/2 കിലോമീറ്ററോളം നടന്നു പോവുകയാണ്. സ്വന്തം അമ്മയുടെ വിയോഗത്തിൽ കരയുന്ന ഒരു മകന്റെ അവസ്ഥയ്ക്ക് തുല്യമായിരുന്നു അത്. ഇസ്ലാം കേവലം മനുഷ്യർക്കിടയിലെ കാരുണ്യം മാത്രമല്ല പഠിപ്പിക്കുന്നത്, നേരെ മറിച്ച് പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളോടും ദയ കാണിക്കാൻ വിശ്വാസികളോട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന പ്രവാചകർ മുഹമ്മദ് നബി തങ്ങളുടെ ആ വചനം പ്രകൃതിയിലെ എല്ലാ മിണ്ടാപ്രാണികളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെടിയാലയിലെ മറിയുമ്മ ചെയ്തത് ഈ ഇസ്ലാമിക അധ്യാപനത്തിന്റെ ആ പ്രായോഗിക രൂപമാണ്. നാട്ടുകാർ വന്യമൃഗമെന്ന് പറഞ്ഞ് അതിനെ ആട്ടി ഓടിച്ചപ്പോഴും ആ കുരങ്ങന്റെ വിശപ്പടക്കാൻ അവർ തയ്യാറായത് ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പര്യായമാണ്. ഒരു പ്രളയകാലത്ത് അനാഥനായി വന്ന് വിശപ്പ് കൊണ്ട് കരഞ്ഞ ഒരു കുരങ്ങനെ
തന്റെ സ്വന്തം മകനെ പോലെ ഊട്ടിയ ആ ചെടിയാലയിലെ മറിയുമ്മയ്ക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും.